ജിയോ ഫെഡറേഷൻ്റെ ഒരു തീരുമാനങ്ങളുടെ ഭാഗമല്ല. അഡ്വൈസർ എന്ന് പറഞ്ഞാൽ അത് ഒരു അഡ്വൈസ് ചോദിക്കുമ്പോൾ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അഡ്വൈസ് ചോദിക്കണമെന്നില്ല, കൊടുക്കണമെന്നില്ല. അഡ്വൈസ് ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പം ഒരു ഭാരവാഹി ഇതിൻ്റെ ഗുണഭോക്താവ് ആണ് ഇതിൽ പ്രതിയാകേണ്ട ആൾക്കാർ. പിന്നെ കേസിൽ പ്രതിയാകാൻ കാരണം പഴയ ഒരു കീഴ്വഴക്കം, പഴയ നിയമം അനുസരിച്ച് പരാതിക്കാരൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ പ്രതിസ്ഥാനത്ത് ചേർക്കാവുന്നതാണ്. അതിനൊരു പരിധി വരെ സുപ്രീം കോടതി അതിനെ ശരിവെച്ചിട്ടുമുണ്ട്. പക്ഷേ പുതിയ നിയമ സംവിധാനം നിങ്ങൾക്കറിയാം. പുതിയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഒരു പ്രത്യേക ഒരു ക്ലോസ് പറഞ്ഞിട്ടുണ്ട്, 173(3). അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു കുറ്റകൃത്യത്തിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കിട്ടിയാൽ, ഒരു പരാതി കിട്ടിയാൽ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തണം, ഒരു പ്രാഥമിക അന്വേഷണം നടത്തണം. അപ്പം അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയാൽ എനിക്ക് ഇതിനകത്ത് ചുമതലകളോ യാതൊരു റോളോ ഇല്ല, ഈ തട്ടിപ്പ് കേസുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ബോധ്യപ്പെടും. അതിന് ബോധ്യപ്പെടാനായിട്ട് പോലീസിന് വലിയ ബുദ്ധിമുട്ട് വരാൻ കാര്യമില്ല. അപ്പം ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തിയിരുന്നെങ്കിൽ ഇത് ഒരു പക്ഷേ എൻ്റെ പേര് ഇതിൽ പെടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ രാജിവെച്ച വിവരം അറിഞ്ഞില്ല. ഞാൻ അഡ്വൈസറായിട്ട് തുടർന്ന ഉള്ള കാലത്ത് പോലും ഞാനിതിൽ പെടുത്തില്ല. കാര്യം ചില അഡ്വൈസർ കമ്പനിയുടെ അല്ല ഈ ട്രസ്റ്റിൻ്റെ, എനിക്കറിയില്ല ഇത് എന്ത് ട്രസ്റ്റാണോ സൊസൈറ്റിയാണോ ഏത് രീതിയിൽ ഇതിനെ രജിസ്റ്റർ ചെയ്തേക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അവരുടെ പബ്ലിക് മീറ്റിങ്ങിനല്ലാതെ ഒന്നിനും പോയിട്ടില്ല, യാതൊരു മീറ്റിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല കമ്പനിയുടെ. അപ്പോൾ അവരുടെ ഈ നാഷണൽ NGO ഫെഡറേഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ബൈലോ, അതിനൊന്നും കുറിച്ച് എനിക്കറിയില്ല. എന്നെ അഡ്വൈസറാക്കിയപ്പം എന്നോട് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം, അത് മറുപടി പറഞ്ഞാൽ തന്നാൽ മതി. അത് മാത്രമേ എൻ്റെ ഓഫറുള്ളൂ. അപ്പോൾ അതുകൂടാതെ അതിൻ്റെ നടത്തിപ്പുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനിത് വൈകിയാണ് അറിഞ്ഞത് തന്നെ, ഇങ്ങനൊരു പണം പിരിക്കുന്ന കാര്യം. അപ്പോഴാണ് ഞാൻ പിരിഞ്ഞത്. ജൂലൈയിൽ എങ്ങാണ്ട് ഞാൻ അയച്ചത് അനന്തകുമാറിന്. അയാളെ സമ്മതിക്കുകയും ചെയ്തു. അപ്പം ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കുറ്റകൃത്യമാണ് എൻ്റെ മേലിൽ ഇന്ന് ചാർത്തിയേക്കണേ. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ വരില്ല. കാര്യം വെച്ചാൽ ഒരു കേസെടുത്ത് ഒരു ടെൻഡൻസി വന്നാൽ ഒരേ കാര്യത്തിൽ പിന്നെ ഇനി എല്ലാ കേസിലും എന്നെ ചേർക്കും. പരാതി കൊടുക്കുന്നവർക്കല്ല ഇനി എന്നെ ചേർക്കാമല്ലോ. കാര്യം വെച്ചാൽ ഒരാൾ ചേർത്തപ്പോൾ പോലീസ് നടപടി എടുത്തില്ലേ, ഒരേ കാര്യമാണല്ലോ. അതാണ് ഇതൊരു അതൊരു ട്രെൻഡാണ്. അതായത് എനിക്ക് അതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. കഴിഞ്ഞാൽ പരാതികൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതിയിൽ ഇപ്പം എന്നെ പ്രതി ചേർത്തു എന്ന് പരസ്യമായി എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഈ കേസിൽ പെട്ട എല്ലാ കേസിലും പെട്ട ഈ സംഘടനയുടെ അഡ്വൈസറല്ലേ. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ കേസിലും എൻ്റെ പേര് അവർ ചേർക്കും. അവിടെയാണ് ഞാൻ പറയണേ, അങ്ങനെ ഒരു എന്നെപ്പോലെ ഒരു വ്യക്തി, ഇതിൽ യാതൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ആൾ ഇതിനകത്ത് പ്രതി ചേർക്കുമ്പം ഇതിപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ വരികയാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെയുള്ള ഓരോ സ്റ്റേഷനും ഓരോ നടപടി എടുക്കണതോ ഓരോ വ്യൂ എടുക്കണതും ചിലപ്പോൾ ഉണ്ടാകില്ലായിരിക്കും. ഒരു പ്രിലിമിനറി എൻക്വയറി പോലീസ് ഇതിനെക്കുറിച്ച് നടത്തേണ്ടതാണ്. പ്രിലിമിനറി എൻക്വയറി നടത്തിയാൽ എൻ്റെ റോള് വളരെ ക്ലിയറാവും. എനിക്ക് യാതൊരു റോളും ഇല്ല. പോലീസിന് അറിയാം ഇതിനകത്ത് പണം കൈകാര്യം ചെയ്തവരും ഇതിനകത്ത് പണം പിരിച്ച സംഘടനകളും ആ പണം കൊണ്ടേ കൊടുത്ത HRFും മറ്റേ NGO ഫെഡറേഷനും അവരൊക്കെ അത് എന്ത് ചെയ്തെന്നുള്ളതും അതാണല്ലോ ഇതിനകത്തെ കുറ്റകൃത്യം. ഒരു പ്രോമിസ് നടത്തി അത് ബ്രീച്ച് ചെയ്തു, അതിന് പണം മേടിച്ചു എന്നാണ്. അതിൽ എനിക്ക് എന്ത് റോളായിരിക്കണം? ഞാൻ ഡിസിഷൻ മേക്കിങ്ങിൽ പോലും ആളല്ല. ഒരു കമ്മിറ്റി മീറ്റിങ്ങിന് പോലും എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടുമില്ല. അതല്ല, അവർക്ക് വേറെ എക്സിക്യൂട്ടീവ് സ്റ്റാഫുണ്ട്, അവരുടെ ഡയറക്ടർ ബോർഡോ അവരുടെ ചുമതലക്കാരെല്ലാം ഉണ്ട്. ഒരു അഡ്വൈസർ പറഞ്ഞാൽ എന്നെപ്പോലുള്ള ആൾ ലീഗൽ അഡ്വൈസർ അല്ലാതെ ഒന്നുമില്ല. എൻ്റെ അടുത്ത് നിന്ന് വേറെ അഡ്വൈസ് പ്രതീക്ഷിക്കാൻ നോക്കിയാലോ, മനസ്സിലായോ? എൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസ് ലീഗൽ അഡ്വൈസാണ്. ഞാൻ അഭിഭാഷകനായിരുന്നു, ജഡ്ജിയായിരുന്നു.
അതുകൊണ്ട് എന്നെ അഡ്വൈസർ എന്ന് അവർ ഉദ്ദേശിച്ചത് ലീഗൽ അഡ്വൈസറാണ്. ആ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് എന്നെ ഇരുത്തി വെച്ച് എന്നോടൊരു ലീഗൽ അഡ്വൈസും ചോദിച്ചിട്ടില്ല. ഈ സംഘടന ഉണ്ടാക്കിയപ്പോൾ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ഇങ്ങനെയാണോ സംഘടന ഉണ്ടാക്കേണ്ടത്, അതുപോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ഒരു സ്ട്രേഞ്ചറാണ് ഇവരുടെ ചടങ്ങിൽ. ഇവർ അനന്തകുമാർ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ചേനെ ഒരു അഡ്വൈസറായിട്ട് വച്ചോട്ടെ. അയാൾ അതിന് അഡ്വൈസറി ചെയർമാൻ വെച്ചു. അതൊരു ഒരു കൂടിയൊരു സ്ഥാനം ആയിക്കോട്ടെ ഞാൻ ധരിച്ചോട്ടെന്ന് ഓർത്തായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ പബ്ലിക് മീറ്റിങ്ങിൽ അഡ്വൈസറി ചെയർമാൻ എന്ന് പറഞ്ഞ് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാനിവരുടെ ഒരൊറ്റ ഓഫീസ് ഇന്നലെയൊക്കെ ഏതാ TV ചാനലിൽ കാണാണ്ട് പറഞ്ഞു ഞാൻ മീറ്റിങ്ങിന് ചെല്ലാറുണ്ടെന്ന്. ഞാൻ ഒരൊറ്റ മീറ്റിങ്ങിന് പോയിട്ടില്ല. അല്ല, അവരുടെ മിനിറ്റ്സ് ഉണ്ടല്ലോ.